ശിവരാജ് ഗോകുൽ, ഇവിടെ ഒന്നാം പ്രതി അനു, രണ്ടാം പ്രതി പ്രസാദ്, മൂന്നാം പ്രതി മുരളി, അഞ്ചാം പ്രതി വിപിൻ, 1, 2, 3, 5 പ്രതികൾ BJP അനുഭാവികളാണ് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഇതിൽ 1, 3 പ്രതികൾ നേരത്തെ ഒരു CPM പ്രവർത്തകനെയും ഒരു DYFI പ്രവർത്തകനെയും മർദ്ദിച്ചതിൽ പ്രതികളാണ് എന്നറിയുന്നുണ്ട്. വധശ്രമം ഉൾപ്പെടെ കേസുണ്ട്, ഹൈക്കോടതിയിലടക്കം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ബന്ധമുള്ളവരെ നിരുപാധികം തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ യുവരാജ് ഗോകുൽ? ഹാഷ്മി, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വളരെ ദുഃഖകരമായൊരു സാഹചര്യമാണ്. ഒരു മനുഷ്യൻ, ഹാഷ്മിയുടെ ഇൻട്രോ എന്ന് പറയുന്നത് വളരെയധികം ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇൻട്രോ ആയിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അയാളെ നോക്കി കാത്തിരിക്കുന്ന മക്കളുണ്ട്, അയാൾ ഒരു പലഹാരപ്പൊതിയായിട്ട് വീട്ടിലേക്ക് കയറി വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന അച്ഛനുണ്ട്, അച്ഛനെ കാത്തിരിക്കുന്ന മക്കളുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലൊരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടു. ആ കൊല ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഒരാഴ്ച മുമ്പ് അവിടെ ഒരു മോഷണം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ത്രീകൾ, അവിടെ കൂടിയെന്ന സ്ത്രീകൾ ഇത് കള്ളനാണ് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ കൂടി ഒരു മോബ് സൈക്കോളജി അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഇപ്പൊ ആ പ്രതികൾ BJP-ക്കാരാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം ഓരോരുത്തരുടെയും രാഷ്ട്രീയം. നമ്മൾ എന്റെ അഭ്യർത്ഥനയാണ് കേട്ടോ, ഞാൻ ഓവർലാപ്പ് ചെയ്യല്ല. ഇത്തരം ന്യായങ്ങളിലേക്കൊന്നും ആങ്കർ ഈ നയിക്കരുത്. അതൊരു മര്യാദയല്ല. ഏത് ആലോചിച്ച് നോക്ക്. ഈ മണിക്കൂറിലെങ്കിലും ഈ ചർച്ചയെ നയിക്കുന്നത് ഞാൻ യോജിക്കുകയും ചെയ്യുന്നു. യുവരാജ് ഗോകുൽ, ഇത് ശശികല ഫേസ്ബുക്കിൽ ഇട്ട ആ ന്യായങ്ങൾ താങ്കൾ ഇവിടെ ഒന്ന് പറയല്ലേ? എന്ത് മോഷണം? ആര് മോഷണം ചെയ്തു എന്ന്? അങ്ങനെ മോഷണം ബംഗ്ലാദേശ് ആവടാ ഫേസ്ബുക്കിലിട്ട ന്യായം എന്നല്ലല്ലോ. അല്ല, ഞാനൊരു കാര്യം അല്ല ഹാഷ്മി, എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുക. ജയ്ക്ക് വലുതായിട്ട് തുള്ളണ്ട. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 15ഓളം പ്രതികളുണ്ട്. അതിനകത്ത് 5 പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ CITU പ്രവർത്തകനാണെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ളവർ BJP അനുഭാവികളാണ് എന്ന് പറയുന്നതേ ഉള്ളൂ. BJP-യുടെ പ്രവർത്തകരാണെന്നോ BJP-യുടെ നേതാക്കളാണെന്നോ BJP-യുടെ RSS-ന്റെ എന്തെങ്കിലും ചുമതലയിൽ ഇരിക്കുന്നവരാണെന്നോ എന്നുള്ള അഭിപ്രായങ്ങളൊന്നും പോലീസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. നിങ്ങൾ പറയുന്നു അനുഭാവിയാണെന്ന്. അനുഭാവിയാണോ അല്ലയോ എന്നുള്ള കാര്യം അവരാണ് പറയേണ്ടത്, നമുക്കറിയില്ല. പാർട്ടിക്ക് ഔദ്യോഗികമായിട്ട് അവർ പാർട്ടിയുടെ ചുമതലയിൽ ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ RSS-ന്റെയോ മറ്റ് അനുബന്ധ പ്രസ്ഥാനങ്ങളുടെ ചുമതലയിൽ ഇരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. ഞങ്ങളുടെ ആരുടെ അറിവിൽ അങ്ങനെയൊന്നും ഇല്ല. എന്തായാലും നിങ്ങളുടെ ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് ജയ്ക്ക് കൂടുതൽ തുള്ളണ്ട. ഓക്കെ, അതുകൊണ്ട് ആദ്യം എന്നെ ഒന്ന് പറയാൻ അനുവദിക്കുക. ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ആ വിഷയം അതീവ ദുഃഖകരമാണ്. അവരിനി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരായിരുന്നാലും ശരി തന്നെയാണ്, മനുഷ്യത്വഹീനമായിട്ടുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത്. നിരുപാധികം അവരെ തള്ളി പറയാൻ വേണ്ടിയിട്ട് ആർക്കും രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഈ നമ്മുടെ ശ്രീനിവാസൻ, അതുല്യനായ കലാകാരൻ, മരിച്ചിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അദ്ദേഹം 10-30 വർഷങ്ങൾക്ക് മുമ്പ് സന്ദേശത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ ഇന്നും വളരെയധികം പ്രസക്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഒരു മരിച്ചു കിടക്കുന്ന ഒരാളുടെ പേരിൽ ഇത് എൻ്റെതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടിരുന്ന ആൾക്കാർ ഇന്ന് മാറി എന്നിട്ട് ഇത് അവരാണ് ഇത് ചെയ്തത് എന്ന് പറയുന്ന തലത്തിലേക്ക് ഒരു ഡെഡ് ബോഡിയും വെച്ചിട്ട് ഇത്തരത്തിൽ കക്ഷി രാഷ്ട്രീയ വിലപേശൽ നടത്തുന്നത് അതീവ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ അട്ടപ്പാടിയിൽ മധു എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഭക്ഷണത്തിൻ്റെ പേരിൽ തല്ലിക്കൊന്നു. ആ തല്ലിക്കൊന്നതിനകത്ത് 10-20 പ്രതികളുണ്ടായിരുന്നു. വിവിധ മതവിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും സംഭവിച്ചത് അതീവ ദുഃഖകരമാണ്. ഇതിനെ എടുത്തുകൊണ്ട് പോയിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തൊഴുത്തിൽ കെട്ടാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ആ വിഷയത്തിനകത്ത് അല്പം പോലും അനുകമ്പയില്ല എന്നുള്ളത് മാത്രമാണ് കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും രാഷ്ട്രീയമായിട്ട് ഇത് മുതലെടുക്കുക എന്ന് പറയുന്നത്. രാമനാരായണൻ എന്ന് പറയുന്ന ഛത്തീസ്ഗഡുകാരൻ കൊല്ലപ്പെടാൻ കാരണം ബംഗ്ലാദേശി അഥവാ ബംഗാളി എന്ന സംശയം കാരണമായിട്ടുണ്ടോ യുവരാജ് ഗോകുൽ? താങ്കൾ പറയുന്ന മോഷണമാണ് കാരണമെങ്കിൽ, സംശയമെങ്കിൽ എന്തിനാണ് ബംഗ്ലാദേശ് ആവടാ എന്ന് ചോദിച്ച് അടിച്ചുകൊള്ളുന്ന കാര്യം എന്താ? എനിക്കെങ്ങനെ അറിയാമെന്നേ ഹാഷ്മി? അതിനകത്ത് അടിച്ചു കൊന്ന ആൾക്കാർക്കല്ലേ അറിയുള്ളൂ. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 15ഓളം പ്രതികളുണ്ട്. ഇനി ആൾക്കാരെ പിടിക്കാനുണ്ട്. അവരുടെയൊക്കെ മതവും ജാതി ഏതാണെന്ന് നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല. ഇപ്പോൾ ഈ പിടിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ സ്ഥിരം ക്രിമിനലുകളാണ് എന്ന് പത്രവാർത്തകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാണ്ട് അവരേതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്ന് വട്ടം കൂടിയിരുന്ന് ആലോചിച്ചതേ നമുക്കൊരു ബംഗ്ലാദേശിൽ നിന്ന് തല്ലിക്കൊല്ലാം എന്ന് പറഞ്ഞിട്ട് പോയി തല്ലിക്കൊന്നതായിട്ടാണോ പറയുന്നത്? അവിടെ സ്പോണ്ടേനിയസ് ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നു. ആ ഇഷ്യൂവിൻ്റെ പുറത്ത് അവർ ചാടിക്കേറി ഇടപെട്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ എത്രയോ അന്യസംസ്ഥാന തൊഴിലാളികൾ നടക്കുന്നേ, എല്ലാവരെയും വഴിയിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഇൻസിഡന്റിന്റെ പുറത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നത്
തന്നെയാണ്. ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ വെറും വ്യാജ നറേറ്റീവാ. അത് ശശികല പറയുന്ന ചുമ്മാ അത് ഏറ്റുപിടിക്കല്ലേ യുവരാജ് ഗോകുലെ, ഏറ്റുപിടിക്കില്ലേ? വ്യാജ നറേറ്റീവാ. അങ്ങനെ ഒരു മോഷണവും ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ മനുഷ്യൻ വഴിതെറ്റിപ്പോയി എട്ടപ്പള്ളത്തോട്ട് ജോലി തോടി നടന്നതാ. അങ്ങനെ ദുർബലനായി താഴെ ഇരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ബംഗ്ലാദേശിനോട് ചോദിച്ച് അടിച്ചടിച്ചടിച്ച് കൊന്നത് എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു നോക്കണം, കരഞ്ഞു പോകും. ഇതുപോലൊരു ഭീകരമായ ആൾക്കൂട്ട കൊലപാതകം കണ്ടിട്ടില്ലെന്നാണ് ഡോക്ടർ ഹിതേഷ് ശങ്കർ പറയുന്നത്. അഭിപ്രായപ്പെട്ടില്ലല്ലോ. ഓക്കെ, ഞാൻ ഇവിടെ ആരും അഭിപ്രായപ്പെട്ടില്ല അത് വളരെ ഹീനമല്ല എന്നോ അത് എന്തെങ്കിലും തരത്തിൽ ന്യായീകരിക്കപ്പെടേണ്ടുന്നതാണെന്നോ. ഓക്കെ, ഞാൻ പറഞ്ഞ യാദൃശ്യമായ ഏതെങ്കിലും ഇൻസിഡന്റോ ഏതെങ്കിലും കാരണം ഒരു വിദൂരമായി പോലും ന്യായമായി എടുത്ത് പിടിക്കരുത്. ലോജിക്കിന് ഡൈജസ്റ്റ് ആവാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, നമ്മുടെ നാട്ടിൽ എന്തോ ഒരു ന്യായം, ഏതോ ഒരു മോഷണം എന്നൊക്കെ പറഞ്ഞ് വിദൂരമായി പോലും വ്യാജങ്ങൾ എടുത്ത് ന്യായമായി പിടിക്കരുത് യുവരാജ് ഗോകുൽ. നമ്മളൊക്കെ മനുഷ്യരാണ്. ആ നാട്ടിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ. ആ നാട്ടിൽ അങ്ങനെ ഒരു വിവരം വരുന്നില്ല. ഏത് താങ്കളോട് ആരാ പറഞ്ഞേ? ആർക്കും എതിരഭിപ്രായമില്ല. അല്ല, താങ്കളോട് ആരാ പറഞ്ഞേ? ആ നാട്ടിൽ പ്രാദേശികമായി അന്വേഷിക്കുമ്പോ നമ്മൾ അന്വേഷിച്ചാന്നേ, അങ്ങനെ ഒന്നുമില്ല. ഈ കുറച്ച് വെറുപ്പിന്റെ വക്താക്കൾ അടിച്ചു കൊന്നു, തീരുമാനം എടുത്തിട്ട് പോയതാണ്. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, കുറച്ച് വെറുപ്പിന്റെ വക്താക്കൾ കൂടി അടിച്ചു കൊന്നു. അതല്ലാതെ ഈ പറഞ്ഞ താങ്കളോട് വിളിച്ച് പറഞ്ഞ ആൾ അങ്ങനെ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ ആൾക്കാരായിരിക്കും. ഇവിടെ ഇരുന്ന് വെറുപ്പ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളെ പോലുള്ള വെറുപ്പിന്റെ വക്താക്കൾ ഇവിടെ ഇരുന്ന്. താങ്കളോട് ഈ മോഷണത്തിന്റെ കഥയൊക്കെ പറഞ്ഞത് ഏതെങ്കിലും വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിരിക്കും. താങ്കളോട് ആരാ പറഞ്ഞത്? അവിടുത്തെ മനുഷ്യരോട് ചോദിച്ചു നോക്ക്, ഈ മോഷണം ഉണ്ടോന്ന്. ഒരു മോഷണവും ഇല്ല, ഒന്നുമില്ല. ഒരു പാവത്തിനെ അടിച്ചു കൊന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറവും ഇല്ല, ഇപ്പുറവും ഇല്ല. അതിനൊരു ലോജിക്കും ഇല്ല, അടിച്ചു കൊന്നു. സ്ത്രീകൾ ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ട് എന്നും നോക്ക്. എന്റെ നറേറ്റീവ് അല്ല, മാതൃഭൂമിയുടെ വാർത്തയാണ് ഞാൻ വായിച്ചത്. മാതൃഭൂമിയുടെ വാർത്ത അനുസരിച്ചിട്ട് അവര് പറയുന്നത് ആ വിഷയത്തിനകത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് എന്താ വെറുപ്പിന്റെ വക്താക്കളായി കൂടുന്നൊന്നുമില്ലല്ലോ. ഞാൻ പറയുന്നത് ഇല്ല, സ്ത്രീകൾക്ക് എന്താ വെറുപ്പിന്റെ വക്താക്കളായി കൂടാ എന്നൊന്നും ഇല്ലല്ലോ. അതിന് മോഷണം കാരണം ആണോന്നില്ലല്ലോ. പറഞ്ഞോട്ടെ ഹാഷ്മി, ഞാൻ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കുമോ? ഇതിനകത്ത് 10-15ഓളം പ്രതികളുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് എന്ന് പറയുന്നുണ്ട്. അവരെന്ത് കാരണത്തിനാണ് പെട്ടെന്ന് ഒരാളെ കണ്ടപ്പോൾ അവിടെ വളഞ്ഞുകൂടി വരുന്നത് എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് സബ്മിറ്റ് ചെയ്യും. ബംഗ്ലാദേശിയാണോ? അതിനു മുമ്പേ അല്ലല്ല, നിങ്ങളെ ആ ചോദ്യമുണ്ട്. അടിച്ചുകൊല്ലാൻ കാരണമായി ചോദ്യത്തിലുണ്ട്. ബംഗ്ലാദേശിയാണോ എന്ന് സംശയമായിരുന്നു. ആ സംശയം ഉണ്ടാവുന്ന എങ്ങനാ എന്നൊരു ചോദ്യം വിശാലമായ ചോദ്യമാണ്. നാട്ടിൽ ഒരുപാട്, ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ വരികയും ജോലി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അടിച്ചുകൊല്ലാൻ കാരണമുണ്ടെന്ന് താങ്കൾ പറയുന്നത്. പോയി ചോദിക്കേണ്ട. യുവരാജ് ഗോകുൽ ബിജെപി വക്താവ് പറയുന്നത് ഇത്രയും ക്രൂരമായി കിരാതമായി അടിച്ചുകൊല്ലാൻ ഒരു ന്യായമുണ്ട്, ഒരു കാരണമുണ്ടെന്നാണ് പറയുന്നത്. യുവരാജ് ഗോകുൽ പറയുന്നത് അങ്ങനെ ക്രൂരമായി നരമേധം നടത്താൻ ഒരു കാരണമുണ്ട് എന്നാ പറയുന്നത്. ഇതിനകത്തൊരു ഇവിടെ കക്ഷി രാഷ്ട്രീയം ഒന്നും ആരും പറഞ്ഞില്ല. യുവരാജ് ഗോകുൽ എന്ന ബിജെപി വക്താവ് പറയുന്നത് അട്ടപ്പള്ളത്ത് നടന്ന കിരാതമായ കൊലപാതകത്തിന് ഒരു കാരണമുണ്ട് എന്നാ പറയുന്നത് അല്ലേ? ചോദിക്കട്ടെ ഹാഷ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇൻട്രോയിൽ പറഞ്ഞ അതിനകത്തൊരു CITU കാരൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ CITU കാരൻ അതിനാണോ വന്നത്? ഞാൻ CITU BJP അല്ലെന്ന് ചോദിക്കുന്നത്. യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന ബിജെപിയുടെ വക്താവ് പറയുന്നത് അട്ടപ്പള്ളത്ത് നടന്ന കിരാതമായ കൊലപാതകത്തിന് ഒരു കാരണമുണ്ട് എന്നാ പറയുന്നത് അല്ലേ? അതല്ലേ പറഞ്ഞതിന്റെ മലയാളം? കാരണം തെറ്റിദ്ധാരണയായിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു മോബ് അവിടെ തടിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.